നമുക്കറിയാം, നമ്മുടെ അങ്കണവാടി പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും പോഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്ന സമയം ആധികാരികമായിട്ടുള്ള രേഖ പ്രകാരം, അതായത് ആധാർ കാർഡ് പ്രകാരം മാത്രമേ അവരെ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ആധാർ വെരിഫൈഡ് അല്ലാത്ത ഒരു ഗുണഭോക്താക്കളും നമ്മളുടെ ഗുണഭോക്താക്കളായി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നും നമ്മുടെ പോഷൻ ട്രാക്കറിലെ ഗുണഭോക്ത പട്ടികയിൽ ഇടം പിടിക്കുകയില്ല. അത് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ ആധാർ വെരിഫൈഡും മൊബൈൽ വെരിഫൈഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് തുടർന്നങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ നമ്മളെ സേവനങ്ങൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണഭോക്താക്കൾ നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് വരാത്ത ഒരുപാട് ഗുണഭോക്താക്കൾ ഇന്നും പരിധിയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആധാറിലെ പ്രശ്നം കൊണ്ടായിരിക്കാം, അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ കാർഡോ അല്ലെങ്കിൽ കാലപ്പഴക്കം ചെയ്യുന്ന കാലഹരണപ്പെട്ട ആധാർ കാർഡുകൾ കൊണ്ടായിരിക്കും ഇപ്പോഴും പോഷൻ ട്രാക്കറിനകത്ത് വരാതെ നമ്മളുടെ ഗുണഭോക്താക്കളായിട്ട് ഇപ്പോഴും പോഷൻ ട്രാക്കറിൽ നിന്ന് പുറത്തു നിൽക്കുന്നത്. കൃത്യമായി ടീച്ചർമാർ അവർക്ക് നിർദ്ദേശം കൊടുക്കണം. അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ കാർഡോ കാലഹരണപ്പെട്ട ആധാർ കാർഡോ ഉണ്ടെങ്കിൽ അതെല്ലാം പുതുക്കി അപ്ഡേറ്റ് ചെയ്ത് ഈ ആധാർ കാർഡ് എടുത്തിട്ട് ഉടനെ തന്നെ അംഗൻവാടിയിൽ എത്താൻ നിർദ്ദേശം കൊടുക്കണം. അതുപ്രകാരം അവരെ എല്ലാവരെയും നിർബന്ധമായും പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തണം. ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിൽ ആധാർ വെരിഫൈഡ് അല്ലാത്ത ആളുകൾക്കൊന്നും തന്നെ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മളെ ഗുണഭോക്താക്കളായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നമ്മളെ ഗുണഭോക്താക്കൾക്ക് കൂടി എത്തിക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ആധികാരികമായിട്ട് ഒരു ഗുണഭോക്താവിനെ എൻട്രി ചെയ്യണത് നമ്മുടെ അംഗൻവാടി പ്രവർത്തകരാണ്, അതായത് നമ്മുടെ അംഗൻവാടി ടീച്ചറാണ്. അപ്പോൾ ഒരു ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് സ്വീകരിച്ച് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം അന്ന് മുതൽ ആ അംഗൻവാടിയിലെ ഒരു ഗുണഭോക്താവായി ഓൾറെഡി ആ ഗുണഭോക്താവ് നിലനിൽക്കും. ഇത്തരത്തിലാണ് തുടക്കകാലങ്ങളിലേക്ക് പോഷൻ ട്രാക്കറിലേക്ക് ഒരു രജിസ്ട്രേഷൻ ചെയ്തു വരുന്നത്. ടീച്ചറാണ് അവരെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി എൻട്രി ചെയ്തു വരുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ പോഷൻ ട്രാക്കർ ജനകീയമായിട്ടുണ്ട്. അതായത് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളിലേക്കും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂ രജിസ്ട്രേഷൻ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഗുണഭോക്താവിന് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗുണഭോക്താക്കളുടെ FRS ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗുണഭോക്താക്കൾക്ക് അത് നമ്മളെ ടീച്ചേഴ്സ് ഷെയർ ചെയ്ത് കൊടുത്തു. അതെല്ലാം തന്നെ ഗുണഭോക്താക്കൾ കൃത്യമായി FRS ചെയ്യാൻ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ വഴി ഗുണഭോക്താവ് അത് അവരുടെ EKYCയും FRSും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പരിധിയിലിരുന്നു കൊണ്ട് അവർക്കൊരു ന്യൂ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളെ പോഷൻ ട്രാക്കറിനകത്തുണ്ട്. ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അപേക്ഷകൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക്, അതായത് നിങ്ങളുടെ പോഷൻ ട്രാക്കറിലെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. അത് ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഓൾറെഡി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഈ FRS ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിരവധി അപേക്ഷകളായിട്ട് നമ്മളെ ടീച്ചേഴ്സിൻ്റെ പോഷൻ ട്രാക്കറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ഒരുപാട് ആശങ്കപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു അപേക്ഷ വിവരങ്ങളാണ് ടീച്ചേഴ്സിന് ലിസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഒരു ടീച്ചർ ചെക്ക് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ എല്ലാവരും ജെന്യൂൻ ആയിട്ടുള്ള അപേക്ഷകളായിരിക്കില്ല. അതായത് പുതിയ രജിസ്ട്രേഷന് വേണ്ടി ആവർത്തിച്ച് വരുന്ന അപേക്ഷകൾ ഇതിനകത്തുണ്ടാവാം. ചിലത് ജെന്യൂൻ ആയിട്ടുള്ള അപേക്ഷകളും ഇതിനകത്തുണ്ടാവാം. അപ്പോൾ ടീച്ചർമാർ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള അപേക്ഷകൾ തന്നെയാണോ, അതായത് യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താവ് ജെന്യൂനായിട്ട് അയച്ച അപേക്ഷയാണോ എന്നുള്ളത് കൂടെ ഉറപ്പാക്കണം. അത്തരത്തിൽ വന്നിട്ടുള്ള അപേക്ഷയുടെ ഫോർമാറ്റ് ഒന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്നിട്ടുള്ള ഈ ഭാഗത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്നാണ് നിങ്ങൾ ഈ ലിസ്റ്റ് കാണാൻ സാധിക്കുക. ഈ ഭാഗം പ്രത്യേകം ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഇവിടെ പെൻഡിങ് എന്നും അക്സെപ്റ്റഡ് എന്നും റിജക്റ്റഡ് എന്നും 3 ഓപ്ഷൻ ടീച്ചേഴ്സിന് കാണാൻ സാധിക്കും. ഇതിൽ ടീച്ചർ എടുക്കുന്ന ആക്ഷനുകൾ ഇവിടെ നിന്നാണ്, ഈ ഭാഗത്ത് നിന്നാണ് ടീച്ചർ ആക്ഷനുകൾ സ്വീകരിക്കേണ്ടത്. എന്തൊക്കെ ആക്ഷനുകളാണ് ടീച്ചർക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരു ഗുണഭോക്താവ് വീട്ടിലിരുന്നുകൊണ്ട് ഒരു അപേക്ഷ അയക്കുകയാണ്. അത് ഗുണഭോക്താവായിട്ടുള്ള ഗർഭിണിയാവാം, അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മയാവാം, അല്ലെങ്കിൽ 0-6 മാസമുള്ള കുട്ടിയുടെ അമ്മയാവാം, അല്ല എങ്കിൽ 6-3 കുട്ടിയോ അല്ലെങ്കിൽ അതുപോലെ 3-6 കുട്ടികളോ ആരുമാവാം. നമ്മളെ ഗുണഭോക്താക്കളായി വരുന്ന ആർക്കും തന്നെ അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ പരിധിയിലുള്ള അംഗൻവാടിയിലേക്ക് എന്നെ രജിസ്റ്റർ ചെയ്യണം
എന്നിട്ടുള്ള ഒരു അപേക്ഷയുമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരിക്കും അവർ അയക്കുക. ആ അയക്കുന്ന റിക്വസ്റ്റുകളൊക്കെ തന്നെ ഉടനടി നമ്മുടെ ടീച്ചറുടെ പ്രൊഫൈലിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ CDPO സൂപ്പർവൈസർ ഡാഷ്ബോർഡിനകത്തും ഇത് റിഫ്ലക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ടീച്ചറുടെ ആക്ഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക അത് ആരൊക്കെയാണ് അയച്ചതെന്ന് ടീച്ചർക്ക് ചിലപ്പോൾ പിടിയുണ്ടാവും. കാരണം ഇത് ടീച്ചറുടെ പരിധിയിലുള്ളവരായിരിക്കും, അല്ലാത്ത ആളുകൾക്ക് ഇതായിരിക്കും. അതായത് ഇന്ത്യ രാജ്യത്തിൽ ഏത് കോണിൽ നിന്നും ഇത്തരത്തിൽ അപേക്ഷകൾ ഏത് അംഗനവാടികളിലേക്കും അയക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരു ഗുണഭോക്താവാണോ അല്ലയോ എന്നുള്ള ടീച്ചർ കൃത്യമായി മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് കൃത്യമായി അറിയുക. ഇത്തരത്തിൽ ഒരു വൈഭവ് വിപിൻ എന്നുള്ള ഈ ഒരു ആളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു രജിസ്ട്രേഷൻ വന്ന ആളുടെ പേര് കാണും, അവർ കാറ്റഗറി അറിയാം, ജെൻഡർ അറിയാം, ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം. അതുപോലെ തന്നെ അവിടെ ഒരു ഐക്കൺ കാണും, ഫസ്റ്റ് കാണില്ലേ, ഈ ഐക്കണിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകം അറിയാൻ പറ്റുന്നത് ഏത് കാറ്റഗറിയിലുള്ള കുട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് ഗുണഭോക്താവിനാണ് അപേക്ഷകളായിട്ട് വന്നിട്ടുള്ളത് എന്നത് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ടീച്ചർ മനസ്സിലാക്കേണ്ടത് ഇവിടെ അപേക്ഷ വന്ന തീയതി അവിടെ ടീച്ചർ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 5/7 കാണാം, 4/7 കാണാം. ഇങ്ങനെ അപേക്ഷ വന്ന തീയതിയും ടീച്ചർക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം വ്യൂ പ്രൊഫൈൽ എന്നാണ് ടീച്ചർ കൊടുക്കുന്നത്. ടീച്ചർ എടുക്കാൻ പോകുന്ന ആക്ഷനുകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. വ്യൂ പ്രൊഫൈൽ എന്നുള്ള ഈ ഭാഗം ഒന്ന് ടീച്ചർ ക്ലിക്ക് ചെയ്തെടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടീച്ചർക്ക് അവരുടെ മൊബൈൽ നമ്പർ കാണാം, ഡബിൾ ടിക്ക് കാണാം, ഒപ്പം തന്നെ അവരുടെ ആധാർ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആധാർ നമ്പർ അവിടെ കാണാം, അതിൽ ഡബിൾ ടിക്ക് ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ ഓൾറെഡി വെരിഫൈഡ് ആയിരിക്കും, കാരണം അത് മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ ഗുണഭോക്താവ് വീട്ടിൽ നിന്ന് ഈ ഒരു അപേക്ഷ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ വെരിഫൈ ചെയ്തിരിക്കും. കാരണം വൺ ടൈം OTP സ്വീകരിച്ചുകൊണ്ടാണ് ഈ പോഷൻ ട്രാക്കർ അവർക്ക് തുറന്നു വരുന്നത് അവരുടെ ബെനിഫിഷ്യറി ലോഗിനിൽ. അപ്പോൾ ഓൾറെഡി അത് വെരിഫൈഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ ആധാറിൻ്റെ ഡീറ്റെയിൽ നോക്കുക, അവിടെ വെരിഫൈഡ് ആയിരിക്കില്ല. അത് വെരിഫൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീച്ചർ കൃത്യമായി അത് മനസ്സിലാക്കി അക്സെപ്റ്റ് കൊടുക്കണം. ഈ പറയുന്ന അപേക്ഷ വന്ന ഗുണഭോക്താവ് യഥാർത്ഥത്തിലൊരു ഗുണഭോക്താവാണ്, അവർ ന്യായമായിട്ടുള്ള അപേക്ഷയാണ്, അവർക്ക് ന്യൂ രജിസ്ട്രേഷൻ സാധ്യമാക്കണം എന്ന് ടീച്ചർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അക്സെപ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഇവിടെ ഡബിൾ ടിക്ക് ആധാർ വെരിഫൈ ചെയ്യാനുള്ള ഭാഗം ക്ലിയർ ആയി വരുള്ളൂ. അപ്പോൾ ബാക്കി നോക്കുക, മദർ നെയിം കാണുന്നുണ്ട്, അതായത് അയച്ച ആളുടെ വിവരങ്ങളാണ് അത് കാണുന്നത്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അപേക്ഷ വന്നിട്ട്, അതുകൊണ്ടാണ് മദർ എന്നുള്ള അവിടെ കാണാൻ സാധിക്കുന്നത്. ജെൻഡർ, കാറ്റഗറി ഇതൊക്കെ അവർ കൊടുത്താലേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും ടീച്ചർ കൊടുക്കുന്നതല്ല, അവർ കൊടുത്ത് അയക്കുന്നതാണ്. ഇത് ഓക്കെയാണ് എന്ന് ടീച്ചർക്ക് തോന്നിക്കഴിഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള കേസാണ്, ഇത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഈ പച്ച നിറത്തിൽ കാണുന്ന അക്സെപ്റ്റ് എന്നുള്ള ബട്ടൺ ടീച്ചർ ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ഫേക്കാണ്, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്ന അപേക്ഷ, അത് ഓൾറെഡി ഈ ഗുണഭോക്താവ് ഉണ്ട്. FRS ചെയ്യുന്ന സമയം ഇതുപോലെ പെൻഡിങ് എന്ന് കാണുന്നുണ്ടായിരുന്നു, ഒരുപാട് ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പെൻഡിങ് ആണ് കാണുന്നത് കണ്ട് ഗുണഭോക്താവ് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു. അതൊക്കെ ഓൾറെഡി നമ്മളെ പോഷൻ ട്രാക്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളാണ്, അവരറിയാതെ വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ വരുന്ന സമയം ടീച്ചർ ഇവിടെ റിജക്റ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത ജെന്യൂൻ കേസാണെങ്കിൽ ഇവിടെ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഇത് പ്രകാരം മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, സക്സസ് എന്നുള്ളൊരു മെസ്സേജ് വരും. അവിടെ ശ്രദ്ധിക്കുക, beneficiary profile will be created within 12 hours. You will be able to see the profile in beneficiary list after that. അതായത് 12 മണിക്കൂറിന് ശേഷം ടീച്ചർ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത ഗുണഭോക്താവ് ടീച്ചറുടെ ഗുണഭോക്താവിലെ ബെനിഫിഷ്യറി ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ന്യൂ രജിസ്ട്രേഷൻ ആയിട്ട് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇത് പ്രകാരമാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ടീച്ചർക്ക് റിസീവ്ഡ് ഡേറ്റ് കാണാം, അതായത് അവർ അപേക്ഷ അയച്ച തീയതി ഇവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ അക്സെപ്റ്റഡ് ഡേറ്റ് ഇവിടെ കാണാം. അതിനർത്ഥം ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ കാലതാമസമില്ലാതെ കൃത്യമായി ടൈം ബൗണ്ടായിട്ട് ടീച്ചർ അത് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഒരു ഗുണഭോക്താവ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കാണാതെ, ശ്രദ്ധിക്കാതെ, അറിയാതെ വിട്ടുപോയി മാസങ്ങളോളം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മേൽ ചോദ്യം ഉയർന്നു വരും. അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴോ ഈ ബെനിഫിഷ്യറി റിക്വസ്റ്റ്, രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്നുള്ള ഈ ടാബ് മോറിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഇത്തരത്തിൽ വല്ല അപേക്ഷകൾ വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വന്നാൽ ഉടനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ടീച്ചർ കാര്യങ്ങൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്നുള്ളത് ഒരു ആക്ഷൻ നിർബന്ധമായിട്ടും അവിടെ എടുക്കണം. ഇത്രയാണ് ഒരു അപേക്ഷകൾ വന്നു കഴിഞ്ഞാൽ ടീച്ചർ എടുക്കേണ്ട കാര്യങ്ങൾ. പോഷൻ ട്രാക്കറിൽ എന്തൊക്കെ അപ്ഡേഷനുകൾ വന്നാലും അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. കൃത്യമായി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തെറ്റുകൂടാതെ നിങ്ങൾ കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുക. താങ്ക് യു.